ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. അപ്പോൾ ഇത് ഞാൻ മോസിൻ ഖാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതെന്താണെന്ന് മോസിൻ പറയും. എന്താണ് മോസിൻ? ഒരു തളപതിന്റെ ഒരു പാട്ടാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജനനായകനിലെ ഒരു പേര് വരലാറ് എന്ന സോങ് ആണ്, സെക്കൻഡ് സിംഗിൾ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. തളപതി വിജയ് ലാസ്റ്റ് ആയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം കൂടെയാണ് ജനനായകൻ. നിനക്ക് വിജയ് പൊളിറ്റിക്സിൽ പോകണോ അതോ സിനിമയിൽ നീങ്ങണോ? സിനിമയിൽ തന്നെ കൊള്ളാം. വിജയന്റെ ഡാൻസ് ഒക്കെ കാണാൻ സൂപ്പറാണ്. അതാണ് എനിക്കും അങ്ങനെയാണ് ഗൈസ് ആഗ്രഹം. പിള്ളേർക്കും അങ്ങനെയാണ്, കണ്ടറിയാല്ലേ എന്ത് സിനിമയിൽ പോകും പൊളിറ്റിക്സിൽ പോകുന്നു. അപ്പോൾ ഒരു പേര് വരലാറ് സോങ് ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു വെറുത്തനമായ റിയാക്ഷൻ ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാല്ലേ. തളപതി അനിരുദ്ധ് പണി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ലിറിക്സ് ഗൈസ്, ലിറിക്സ് ചെയ്തിട്ടുള്ള വിവേകാണ്. അപ്പൊ മെജോറിറ്റി വിജയുടെ ഇപ്പോഴുള്ള സിനിമകളൊക്കെ ലിറിക്സ് ചെയ്തിട്ട് വിവേകാണ്. വിവേകാരും നിനക്കറിയോ? എനിക്കറിയാൻ ചാൻസ് ഇല്ല. പുള്ളി ഒരു ലിറിക്സ് റൈറ്ററാണ്. വിജയുടെ പടത്തിലെല്ലാം ഇപ്പൊ ലിറിക്സ് ചെയ്ത് അങ്ങേരാണ്. ഈ പാട്ടിലൊക്കെ നമ്മൾ വരി എഴുതൂലേ, അതാണ്. അപ്പൊ ഇതിലും പുള്ളിയാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. പുള്ളി എനിക്ക് തോന്നുന്നു കട്ട വിജയ് ഫാനാണ്. അങ്ങനെ ലിറിക്സ് ഒക്കെ കണ്ട ഒരു ഗൂസ് ബംസ്. ഇതെനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞാലും വീണ്ടും പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒമ്മാര് ഗൂസ് ബംസ്. ഉയരേം പോകും, ഞാൻ ഉടഞ്ഞു പോകും, നീ ഇല്ലെങ്കിൽ ഒമ്മാര് ലിറിക്സ്. ആൻഡ് മറ്റു സിനിമകളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തലേവാട ആ ഒരു ലാസ്റ്റ് ഉള്ള ഇങ്ങനെ ടൈം ടു ലീഡ് സാധനം. ടൈം ടു ലീഡ്, അതാണ് ടൈം ടു ലീഡ്. സമയമായി നമുക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി. സോ കിടിലൻ ലിറിക്സ് ആണ്. അപ്പൊ ഈ തുടക്കത്തിൽ പ്രോമോ ഒക്കെ വന്നപ്പോൾ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തോന്നൊക്കെ. ഫുൾ സോങ്ങിൽ അനിരുദ്ധിന്റെ ഒരു ഒരു 51 വയസ്സിൽ ഒരു പൊളിറ്റീഷ്യന് ഡാൻസ് കളിക്കുന്നുണ്ട് എഫേർട്ട്ലെസ് ആയിട്ട്. എന്തൊരു ഗ്രേസ് ആണ് പുള്ളിക്ക് ഡാൻസ് കളിക്കുന്നത്. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പടം കൂടെ ആയതുകൊണ്ട് ഈ പടത്തിൽ ഒരുപാട് ഡാൻസുകളുണ്ട്. ഫസ്റ്റ് തന്നെ തളപതി കച്ചേരി നമ്മൾ അന്ന് റിയാക്ട് ചെയ്തില്ലേ, അതിൽ തന്നെ ഒരുപാട് ഡാൻസുകളും ആ ഡാൻസും കാര്യങ്ങളൊക്കെ വൈറലായിരുന്നു. എന്നിട്ട് ക്ലൈമാക്സിൽ അതായത് ആ പാട്ടിന് അവസാനം 1 മിനിറ്റ് ഡാൻസ് ഉണ്ട്, അത് കാണിച്ചിട്ടില്ല. അത് തിയേറ്ററിൽ വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലും ഒരു മാസ് ലെവേഷൻ സോങ്ങിൽ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ തളപതി? ബട്ട് ഐ ക്യാൻ, എനിക്ക് പറ്റും. കിട്ടില്ലനായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഈ 51 വയസ്സിൽ അതേ ഗ്രേസോടെ ആ ഒരു എനർജിയോടെ എഫേർട്ട്ലെസ് ആയിട്ട് പതിയെ നീറ്റായിട്ട് ഭയങ്കര കിടിലനായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് ഇതൊരു ഡാൻസ് പാട്ടല്ല, ഒരു കുത്തുപാട്ടല്ല, ഒരു മാസ് എലവേഷൻ സോങ് ആണ്. ആ സോങ്ങിലാണ് ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. ഇതൊരു ഡാൻസ് പാട്ടല്ല, ഒരു മാസ് പാട്ടാണ്.
എന്നിട്ട് അതിൽ വരെ ഇത്രയും കിടിലനായിട്ട് ഡാൻസ് ചെയ്യാണ്. അതായത് നമ്മൾ ഈ ഹീറോക്കൊക്കെ ഒരു എൻട്രി കൊടുക്കൂലേ, ഈ ബീജിയും സെറ്റിംഗ് ഒക്കെ ഇട്ട് കൊടുക്കും, അതുപോലത്തെ പാട്ടാണ്. എന്നിട്ട് വരെ അത് കിടിലനായിട്ട് ഒരു പേരെ വരലാറ് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തളവ് കിട്ടില്ല സോങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു പ്രോമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് ഈ 40-50 സെക്കൻഡ് ഉള്ളവര് അതിറങ്ങിയപ്പോൾ എല്ലാവരും ട്രോൾ ചെയ്ത് ഇതെന്തോന്ന്. പക്ഷെ ഫുൾ സോങ് വന്നപ്പോൾ കണ്ട ഒരു പേരെ വരലാറ്, 1 man 1 history, കിടിലം പാട്ട്. അതിന്റെ ബീറ്റൊക്കെ പക്ക, തളപതി. ലിറിക്സ് വിവേക് പിന്നെ വെച്ചിട്ടുണ്ട്. വിശാൽ മിശ്ര അനിരുദ്ധം ചേർന്നാണ്. വിശാൽ മിശ്രയാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. വിശാൽ മിശ്ര സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നൊരു നല്ല കിടിലൻ വോയിസിൽ ആ ഒരു എലവേഷൻ അത് കറക്റ്റായിട്ട് തരുന്നുണ്ട്. അനിരുദ്ധ ആ ബീറ്റൊക്കെ വേറെ ലെവൽ. ഫസ്റ്റ് ഓഫ് ഓൾ വിവേകിന്റെ ലിറിക്സ് എന്ത് ലിറിക്സ് ആണ്, തീസാണ്. സത്യം പറയാല്ല, തീസാണ് ലിറിക്സ്. തളപതി പൊളിക്കും. തളപതി പാട്ടത്തിൽ ഈ പാട്ടൊക്കെ വന്ന് വരുമ്പോൾ എലവേഷൻ സീനും സീക്വൻസ് ഒക്കെ വന്ന് രക്ഷയില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ഡാൻസ് ഇങ്ങനെ ഇത്ര എഫേർട്ടിലായിട്ടാണ് കളിക്കുന്നത്, ചുമ്മാ കളിക്കുന്നത്. അത് ഇതൊരു കുത്തുപാട്ടല്ല, അല്ലെങ്കിൽ ഒരു ഐറ്റം സോങ്ങുകൾ ഒന്നുമില്ല. ഇതൊരു മാസ് എലവേഷൻ സോങ് ആണ്. സ്ലോമോ കൊണ്ട് നടക്കേണ്ട ആ പാട്ടിലൊരു ഡാൻസ് ഉണ്ട്. ജനുവരി 9 റിലീസ്, പൊങ്കൽ റിലീസിനായിട്ട് ജനനായകൻ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് സിംഗിളാണ് ഒരു പേരെ വരലാറ്. അപ്പോൾ പാടിയിരിക്കുന്നത് വിശാൽ മിശ്ര ആണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ, വിവേക്സിൻ്റെ ലിറിക്കിലും, ആൻഡ് ഇതിലെ ഡയലോഗ്സ് തളപതി വിജയാണ്. ആൻഡ് ഈ പാട്ട് മൊത്തത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രോമോ വന്നപ്പോൾ ട്രോൾ വന്നിട്ട് എന്ന് കളിയാക്കി പോരാന്നൊക്കെ. പക്ഷെ പാട്ട് ഫുള്ള് വന്നപ്പം അനിരുദ്ധ് കുക്ക്ഡ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ബീറ്റും ആ മ്യൂസിക്കും എല്ലാം പക്ക ആ ഒരു എലവേഷൻ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ വിശാൽ മിശ്ര പാടുമ്പോഴും ഉലകത്തെ ഉന്നയിത്തെറി, അങ്ങനെ ഉടഞ്ചേ പോകും, അഴിയാതെ അങ്ങനെ ഉയരേ പോകും എന്നൊക്കെ വരും. ആ ലിറിക്സ് ഒക്കെ അത് ആ വിശാൽ മിശ്ര പാടുമ്പോൾ സൂപ്പറായിട്ട് ആ ഒരു എലവേഷൻ മാസ് ഗൂസ് ബംസ് അടിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു വിവേകിൻ്റെ ആ ലിറിക്സ് സത്യത്തിൽ എഴുതി വിടയാണ് കിടിലനായിട്ട്, അമ്മാതിരിയായിട്ട് എഴുതി വിടയാണ്. ലിറിക്സ് എന്ന് ചെന്തെന്ന് മനസ്സിലായി എനിക്ക്. ലിറിക്സ് നമുക്ക് പാട്ടിന്റെ വരി എഴുതൂല, അതാണ്. അപ്പൊ ലിറിക്സ് സൂപ്പറായിട്ട് എഴുതി വിടുകയാണ്, കിടിലനായിട്ട്, ഒരു രക്ഷയില്ല. പക്ക അഡ്രനൽ എന്താ പറയാ, അമ്മായൊരു സാധനമാണ്. അഡ്രനൽ റഷായിരുന്നു ഇവിടെ എനിക്ക്. നിനക്കുണ്ടായിരുന്ന രോമാഞ്ചം ഉണ്ടായിരുന്ന? കിടിലനായിരുന്നു. കാരണം നല്ല മ്യൂസിക് ആയിരുന്നു, നല്ല ബീറ്റ് ആയിരുന്നു. പിന്നെ തളപതി വിജയുടെ ഡാൻസ് ഈ 51-ാം വയസ്സിൽ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ചുമ്മാ നിന്ന് കളിക്കുകയാണ്. ഇത് മിക്കവാറും റീൽസിലൊക്കെ ട്രെൻഡിങ് ആവും, അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് പാട്ട് വേറെ ലെവൽ സോങ്. അനിരുദ്ധും വിജയം വന്നാൽ പിന്നെ വേറെ ലെവലാണ്. നിനക്ക് വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? തുപ്പാക്കിയാ? നീ അവസാനമായിട്ട് വിജയുടെ ഏത് പടം കണ്ടേ? വാരിസല്ലേ? ഇപ്പൊ വാരിസാണെന്ന് കണ്ടത്. വാരിസ് കണ്ടിട്ട് പിന്നെ അവൻ അതിനുശേഷം
പിന്നെ ഫുള്ള് ഈ ഫോണിൽ ഗെയിം കളിയും ഇതൊക്കെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏത്? ബൈക്ക്. ഇവന് ഭയങ്കര ബൈക്ക് ക്രൈസാണ് ഗൈസ്. അപ്പോൾ ബൈക്ക് ഗെയിമാണ് ഇവന് ഒരുപാട് ഇഷ്ടം. പിന്നെ കാറും ഗെയിം കളിക്കുമല്ലോ, ഇവൻ കാറും കളിക്കും, കാറൊക്കെ കളിയും. അങ്ങനെ സൂപ്പർ പാട്ട്, വേറെ ലെവൽ സോങ്, എലവേഷൻ. അതായത് അനിരുദ്ധും വിജയും തമ്മിൽ വരുമ്പോൾ, അതായത് ഇപ്പൊ കത്തി, മാസ്റ്റർ, ബീസ്റ്റ്, ലിയോ എല്ലാം ഇതുപോലെ ഇപ്പോൾ ജനനായകൻ 5ാമത്തെ പടവും അനിരുദ്ധും വിജയം വരുമ്പോൾ വേറെ ലെവലാണ്. അത് സോങ്സ് ആയാലും മ്യൂസിക് ആയാലും BGM ആയാലും. അതിപ്പോൾ എലവേഷൻ സോങ് കിട്ടില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. വിവേകിന്റെ ലിറിക്സ് പൊങ്കൽ റിലീസിനായിട്ടാണ് ജനനായകൻ എത്തുന്നതും കണ്ടറിയാൻ. ഇനി വിജയ് അടുത്ത പടത്തിൽ, ഇനി വിജയ് പടത്തിൽ വരുവോളൂ, അത് ലാസ്റ്റ് പടമായിരിക്കുമോ? എന്തൊരു പാടമല്ലേ. പക്ഷെ വിജയ് എനിക്ക് പടത്തിൽ വരണമെന്നാണ് ആഗ്രഹം. നിനക്ക് അല്ലേ പടത്തിൽ വരണം? നിങ്ങൾക്കും ആഗ്രഹം തന്നെ ആയിരിക്കും പടത്തിൽ വരണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വിജയ് ജനനായകൻ കഴിഞ്ഞാൽ ഇനിയും സിനിമകൾ ചെയ്യട്ടെ, ഇനിയും റിലീസുകളുമായിട്ട് വർഷത്തിൽ ഒരു പടമെങ്കിലും ചെയ്യട്ടെ. കാരണം ഒറ്റ പടം മതി, വർഷത്തിൽ ഒറ്റ പടം മതി അല്ലേ ഗൈസ്? എന്നിട്ട് ബാക്കി പൊളിറ്റിക്കും കാര്യങ്ങളായിട്ട് പോയാലും മതിയായിരുന്നു. പക്ഷെ എന്തൊരു പാടം, എന്താ കണ്ടറിയാൻ ഗൈസ്. മൊത്തത്തിൽ പാട്ട് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിനക്ക് പാട്ട് ഇഷ്ടപ്പെട്ട? സൂപ്പർ പാട്ട്. അവനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാം. കാരണം കിട്ടില്ല പ്രത്യേകിച്ച് ലിറിക്സ് ഒക്കെ വേറെ ലെവൽ ഗൂസ് ബംസ്. വിവേക് എന്തുമാത്രമാണ് ഹാർഡ് വർക്ക് എഴുതാൻ എന്ത് ലിറിക്സ്. അതും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് കുറച്ച് ലിറിക്സിലൊക്കെ തീരുമെന്ന് തോന്നണമെന്ന്. നമ്മുടെ ഒരുപാട് ലിറിക്സും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പാട്ട് വേറെ ലെവല്. അപ്പോൾ January 9, 2026 റിലീസ് പൊങ്കൽ റിലീസിനാണ് ദളപതിയുടെ ജനനായകൻ വരുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, ലാസ്റ്റ് പടമാണ്. ഇനി December 27 മലേഷ്യയിൽ വെച്ച് ഓഡിയോ ലോഞ്ച് ഉണ്ട്. ഓഡിയോ ലോഞ്ച് എന്താണെന്നറിയോ? ഓഡിയോ ലോഞ്ച് ഈ പാട്ടുകളെല്ലാം ഇറങ്ങുന്ന അതായത് ഇപ്പൊ ഈ ഒരു പാട്ടില്ലേ, നമ്മൾ നേരത്തെ ദളപതി കച്ചേരി ചെയ്തില്ലേ, അപ്പോൾ ഇതിൽ ഒരു 4-5 പാട്ട്, എല്ലാ പാട്ടും ഒരുമിച്ച് അവർ റിലീസ് ചെയ്യും. അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ സ്കൂളിൽ നിനക്ക് ആനുവൽ ഡേ നടക്കില്ലേ, അതുപോലെ ആനുവൽ ഡേ പോലെ ഒരു പരിപാടി വെച്ചിട്ട് റിലീസ് ചെയ്തു വിടും. അതാണ് ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ജനുവരി ന്യൂ ഇയറിനായിട്ട് വല്ലതും ടീസറോ ട്രെയിലറോ അതുമെല്ലാം റിലീസ് ചെയ്യാൻ ചാൻസുകളുണ്ട്. മൊത്തത്തിൽ പടം എങ്ങനെയാവും നമുക്ക് കണ്ടറിയാം. ലാസ്റ്റ് പടം ആവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനിയും പടങ്ങൾ വരട്ടെ. വിജയ് എന്ത് പാത്രം ഇനി എപ്പോൾ ചെയ്യുവാടാ പടം, എന്തൊരു പാടാകില്ല. കാരണം ഓരോ അപ്ഡേറ്റ് വരും തോറും സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്, അറ്റ് ദ സെയിം ടൈം ഇമോഷണലും ആണ്. കാരണം അടുത്തിനി ഈ അപ്ഡേറ്റ് ഇല്ല, സെക്കൻഡ് സിംഗിൾ ഇനി ഇല്ല, ഇനി വേറെ വന്ന് അവസാനം പടങ്ങൾ ഇറങ്ങുമ്പോൾ തീരും. ഈ ബ്രോ ഈസ് ലിറ്ററലി ഈ ഒരു സമയമാകുമ്പോൾ മില്യൺസ് ഓഫ് പീപ്പിൾസിനെ കരയിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. January 9 അറിയാം, അതോടെ പടവും തീരും, എല്ലാം തീരും, വിജയം തീരും, എല്ലാവരും തീരും. അപ്പോൾ കണ്ടുപോകാൻ ഗൈസ് എന്താണ് നമുക്ക് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പാട്ടും മാസ് ലെവൽ. എങ്ങനെയുണ്ടാ പാട്ട്? സൂപ്പർ. അപ്പോൾ ഗൈസ് ഇനിയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എല്ലാം ചെയ്യാം, കമന്റ് ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്തേക്ക്. ഇനിയും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് വരാം. ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം മനസ്സിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ബൈ.